നമ്മുടെ അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, എല്ലാവരും. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഈ സാഹിത്യകാരനായിട്ട് ഇവിടെ സുകുമാർ അഴീക്കോടിന്റെ എന്താണ് ശബ്ദം നിലമ്പടി അംഗീകരിച്ചു അല്ലേ? നല്ല രസമായിരുന്നു. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ ഒരിക്കലും ഒരു പാട്ട് കവിത പാടിക്കുന്നുണ്ട്, പാട്ട് പാടി കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നൃത്തം ചെയ്ത് കേട്ടിട്ടില്ല. അനുകരണ കല അതൊരിക്കലും കേട്ടില്ലാത്തൊരു സംഭവമാണ്. അത് ഒരു ഭാഗ്യമാണ്. നമ്മളെ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്ന ഒരു ഭാഗ്യമാണ് ഈ കല എന്ന് പറയുന്നത്. ചില ആളുകൾ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ പിള്ളേർക്ക് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയുള്ളൂ, പക്ഷെ ടീച്ചേഴ്സിന് അറിയാൻ പറ്റും. സുഗതകുമാരി ടീച്ചറിന്റെ ശബ്ദം ഇതുവരെ മലയാളത്തിൽ ഒരു അനുകർത്താക്കൾ അനുകരിച്ചിട്ടില്ല, ആരും അനുകരിച്ചിട്ടില്ല. സുഗതകുമാരി ടീച്ചറെ ഇപ്പൊ ഇവിടെ വന്നാൽ എന്തായിരിക്കും എനിക്ക് പറയുന്നത് നോക്കാം. ഞാൻ സാധാരണ പൊതുവേദിയിൽ ചെയ്യാത്തതാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യും. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പ്രതീക്ഷകളാണ്. പക്ഷേ നമ്മൾ അവർക്ക് എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? വരണ്ട ഭൂമിയാണ് തിരിച്ചു കൊടുക്കുന്നത്. വെള്ളമില്ലാത്തൊരു ലോകമാണ് തിരിച്ചു കൊടുക്കുന്നത്. നന്മയില്ലാത്തൊരു സമൂഹത്തെയാണ് തിരിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളോടെ ജീവിക്കുക? കഷ്ടം. ഇങ്ങനെ